ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഈ പ്ലേലിസ്റ്റുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിൻ്റെ പ്ലേലിസ്റ്റ് ശ്രദ്ധിക്കുക, പ്ലേലിസ്റ്റ് കാണുക. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ യൂട്യൂബ് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതിൻ്റെ അപകടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ പിന്നെ അത് കാണണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാണേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് ടിപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്യുക, ഫോൺ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഫോൺ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ടി വിയിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല, ഫോണിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്തു, നമ്മൾ ടി വിയിലേക്ക് അവരെ കൊണ്ടുവന്നു, ടി വിയിൽ നമ്മൾ യൂട്യൂബ് ഡിസേബിൾ ചെയ്തു, എന്നിട്ട് നമ്മൾ യൂട്യൂബ് കിഡ്സ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ടും പിന്നൊരു അപകടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആവാം, നമ്മുടെ ഉപ്പയും ഉമ്മയും ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ഫോൺ യൂസ് ചെയ്യുമ്പോൾ മക്കൾ നൈസായിട്ട് വന്നിട്ട് ഫോൺ ഹൈജാക്ക് ചെയ്ത് പോകും, അവരെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് നമുക്കൊരിക്കലും ഇതാക്കാൻ പറ്റില്ല. നമ്മളെ പാരൻസും ബാക്കിയുള്ളവർ ആരും ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അവരെന്തായാലും ഉപയോഗിക്കും. അപ്പോൾ നമുക്കും ഫോണില്ലാതെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളിതൊന്നും ആയിരിക്കില്ല നമ്മുടെ ഫോണിൽ, പക്ഷേ നമുക്ക് യൂട്യൂബോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസേബിൾ ചെയ്ത് വെക്കാനും പറ്റില്ല. നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോണത്. ഇതിന് നമുക്ക് വേണ്ടത് ഫാമിലി ലിങ്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അത് ഫാമിലി സെർച്ച് ചെയ്യുക. ഇതിൽ പാരൻ്റൽ കൺട്രോൾ ആപ്പാണിത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൂഗിൾ ഫാമിലി ലിങ്ക്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം ഞാൻ പറയാം. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മക്കൾക്കൊരു ഫോൺ കൊടുക്കുകയും പാരൻ്റ് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ലൈനാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. മക്കൾക്ക് ഒരിക്കലും ഫോൺ സ്വന്തമായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവും തൽക്കാലമില്ല. അതായത് ഒരു വയസ്സുണ്ട്, അതിനൊരു പ്രായമുണ്ട്, അവർക്കത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കാനുള്ള പ്രായം. ഇത് നമ്മൾ പിന്നെ കത്തിയും കൊടുവാളൊന്നും ചെറിയ മക്കളുടെ കയ്യിൽ കൊടുക്കുമല്ലോ കളിക്കാൻ. അതേപോലെ തന്നെയാണ് ഫോൺ, അതിനേക്കാൾ അപകടമാണ്. അതുകൊണ്ട് അത് കൊടുക്കരുത്. അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ ഈ ബാക്കിയുള്ളവർ ഉപയോഗിക്കുമ്പോൾ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ലിങ്ക് എന്നുള്ള ഈ ആപ്ലിക്കേഷൻ എടുത്തു. ഇതിനകത്ത് എൻ്റെ ഉമ്മാൻ്റെ പിന്നെ ഫോണ്, ഉപ്പാൻ്റെ ഫോണ്, പിന്നെ വൈഫിൻ്റെ ഫോണ് എല്ലാം കണക്ട് ചെയ്തിട്ട് എൻ്റെ ഫോണാണ് ഇതിനകത്ത് പാരൻ്റായിട്ട് വെച്ചിട്ടുള്ളത്. കൺട്രോൾ ഉള്ള ഇത് എൻ്റെ ഫോണാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ അവരുടെ എല്ലാ ഫോണുകളും നമ്മൾ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് ചൈൽഡായിട്ട് ആഡ് ചെയ്തു. ഇതിനൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഫോണിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. മൾട്ടിപ്പിൾ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ അറിയില്ല, പക്ഷേ എൻ്റെ അറിവിൽ അങ്ങനെയാണ്. ഒരു മാത്രമേ അവർക്ക് പാടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം പിന്നെ എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും എല്ലാവരുടെ പിന്നെ ഫോണുകളും ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോൺ അവർ എടുത്തുകൊണ്ട് പോയിട്ട് മക്കളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുക്കുന്നു, നമുക്കതിങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും പറ്റും. ഈ രണ്ട് ഫോണുകളും നെറ്റ് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാരൻറ്റിൻ്റെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ പാരൻസിൻ്റെയോ ആരുടെ ഫോണാണോ ഇതിനകത്ത് മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫോണിൽ നെറ്റ് എനേബിൾഡ് ആയിരിക്കണം എന്ന് മാത്രം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്കാവും. പിന്നെ മക്കൾക്ക് അതിനകത്ത് ആക്സസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തന്നെ അത് പിന്നെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള കൺട്രോളുകൾ നമുക്ക് വെക്കാൻ പറ്റും. അതായത് പിന്നെ ആ യൂട്യൂബിനകത്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ മുതിർന്ന മക്കളുണ്ട്, അവർക്ക് നമ്മൾ ഫോൺ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കൺട്രോൾസൊക്കെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് യൂട്യൂബ്. ഗൂഗിൾ സെർച്ച് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണം എന്നല്ല, ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗൂഗിൾ സെർച്ച് പോലും വർക്ക് ചെയ്യാത്തൊരു ഫോൺ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമാണ് ഈ ഞാൻ എൻ്റെ വല്യമ്മക്കൊരു ഫോൺ കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് അവർക്ക് ജസ്റ്റ് അലാം ബേസിക് ഫീച്ചേഴ്സ് മാത്രം മതി, വിളിക്കാനും അലാം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി. അത് പിന്നെ എൻ്റെ മാവൻ്റെ മോളെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ ഇതാക്കാൻ പറ്റും, അതിനകത്ത് എങ്ങനെ യൂട്യൂബ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് അവൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ആ സെർച്ച് ടാബിൽ ഇരുന്നിട്ട് യൂട്യൂബ് കാണുമായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും അതിനകത്തൊരു വഴി അവർ കണ്ടുപിടിക്കും. ആ വഴി എത്രത്തോളം ബുദ്ധിമുട്ടാക്കാൻ പറ്റും എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് മറ്റൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ അവരിങ്ങനെ പൂട്ടിയിടുന്ന പോലെ ആവരുത്. അവർക്ക് മറ്റ് വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. ഇപ്പോൾ കളിക്കുടുക്കയോ ബാലരമയോ
ബാലരമയൊക്കെ പണ്ട് ഞാൻ വായിച്ച കാലത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉള്ള ബാലരമയുടെയൊക്കെ ക്വാളിറ്റി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറേ ആക്ടിവിറ്റീസ് ഉള്ള ബുക്കാണ് ഈ കളിക്കുടുക്ക എന്ന് പറയുന്നത്. ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് വളരെ എൻഗേജിങ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ടാവും. കളറടിക്കാനും പിന്നെ അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ്, ഇപ്പോൾ മാച്ച് ചെയ്യാനും ഡിഫറൻസ് കണ്ടുപിടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എൻഗേജിങ് ആയിരിക്കും. അതേപോലെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുക്കാം. പുറത്തുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ ധാരാളമായിട്ട് കൂട്ടാൻ ശ്രമിക്കുക. കുറച്ച് നല്ല ഫ്രണ്ട്സ് അവർക്കുണ്ട്, ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനൊക്കെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ഫോൺ വെച്ച് ഒരിക്കലും അവരെ എൻഗേജ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ടി വിയിൽ തന്നെ ഡിസേബിൾ ചെയ്തതും യൂട്യൂബ് കിഡ്സ് മാത്രമാക്കി ഒക്കെ ചെയ്തത്. വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുപോലെ മക്കൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ടി വി ഇട്ട് കൊടുക്കും. കാരണം ഇവരൊന്നും അവിടെ അടങ്ങിയിരുന്നാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവരൊരിക്കലും ആ ഭക്ഷണം എൻജോയ് ചെയ്യുന്നില്ല, അതിൻ്റെ രുചി അവരറിയുന്നില്ല. അവർ ഈ കാണുന്ന പ്രോഗ്രാമിൻ്റെ കൂട്ടത്തിലാണിത് കഴിച്ചു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറിയപ്പോൾ വലിയ മാറ്റങ്ങളുണ്ട്. അവരുടെ സ്വഭാവത്തിലും അവരുടെ ആ ഒരു എന്താ പറയുക, പെട്ടെന്ന് സ്വഭാവങ്ങളിലൊക്കെ വലിയ മാറ്റമുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.